ഞാൻ ശ്രീരാജ്. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും വൈഫൈ യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ അതുപോലെ തന്നെ വൈഫൈയുടെ റേഞ്ച് ഇഷ്യൂസ് പ്രോബ്ലം നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ അതിനൊരു പ്രോപ്പറായിട്ടൊരു സൊല്യൂഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മുടെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കത് കിടക്കാം. അപ്പം നമ്മൾ കോമൺ ആയിട്ടും എല്ലാവരും വൈഫൈ യൂസ് ചെയ്യുമ്പം എല്ലാവരും വൈഫൈ കണക്ഷൻ എടുക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലത്ത്, ഇപ്പം റൂമിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും വർക്ക് ഒക്കെ അങ്ങനെയൊക്കെ സംബന്ധിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും റൂമിലായിരിക്കും നമ്മൾ ഈ വൈഫൈ കണക്ഷൻസ് എടുക്കുന്നത്. എന്നാൽ റൂമിലെടുക്കുമ്പോൾ പറ്റുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ, നമുക്ക് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ അടുക്കള, അതല്ലെങ്കിൽ ഹാള്, അല്ലെ മറ്റ് റൂമുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ വൈഫൈയിൽ റേഞ്ച് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ വളരെ കോമൺ ആയിട്ട് തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ വൈഫൈ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഹാളിൽ തന്നെ വൈഫൈ പ്ലേസ് ചെയ്യുക. വൈഫൈ മോഡോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുമ്പോൾ എപ്പോഴും ഹാളിലോ അല്ലെ സ്റ്റെയറിൻ്റെ അവിടോ, എന്ന് വെച്ചാൽ ഹാളിൽ തന്നെ ആ സ്റ്റെയർ എന്നുണ്ടെങ്കിൽ സ്റ്റെയറിൻ്റെ അവിടോ വൈഫൈ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള റേഞ്ച് ഇഷ്യൂസ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. കാരണം അത്യാവശ്യം ഫുൾ വീട് നമുക്ക് കോർണർ കവർ ചെയ്ത് കിട്ടും. അതിൻ്റെ ഏറ്റവും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഹാൾ എപ്പോഴും വീടിൻ്റെ സെൻറ്റർ ആയിരിക്കും. അപ്പം സെൻട്രലായിട്ട് വൈഫൈ വെക്കുമ്പോൾ എല്ലാ ഏരിയയും കറക്റ്റായിട്ട് കവർ ചെയ്യും. എന്നാൽ നമ്മൾ റൂമിലോട്ട് വൈഫൈ കണക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമുകളെല്ലാം വീടിൻ്റെ ഓരോ കോർണർ ആയിരിക്കും. അപ്പം വീടിൻ്റെ സ്ട്രക്ചറിൻ്റെ ഓരോ കോർണറിലായിരിക്കും നമ്മുടെ ഈ റൂമുകളെല്ലാം വരുന്നത്. അപ്പോൾ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ അങ്ങേ എൻഡിൽ റൂമിൽ, ഇപ്പോൾ ഒരു കോർണറിലെ റൂമിൽ വെക്കുമ്പോൾ നമുക്ക് അടുത്ത കോർണറിലെ ഒരു റൂമിൽ നമുക്ക് വൈഫൈയുടെ സിഗ്നൽ അങ്ങ് വരെ എത്തത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റേഞ്ച് ഇഷ്യൂസ് നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും. അതും പ്രത്യേകിച്ച് ഈ ക്ലോസ് ചെയ്യുന്ന ഡോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ വൈഫൈ കണക്ഷൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഏരിയയിലോട്ട് നമുക്ക് റേഞ്ച് ഇഷ്യൂസ് നല്ല രീതിയിൽ അനുഭവപ്പെടും. എന്നാൽ നമ്മുടെ ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് എല്ലാവരുടെയും വീടിൻ്റെ ഹാളെന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പം ഹാളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ വൈഫൈ കണക്ഷൻ കിട്ടാൻ മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെയും ഒരു സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത്, കുറച്ച് വലിയ വീടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 നില വീടോ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ മുകളിലത്തെ നിലയിൽ ഹാളിൽ വെച്ചാലും റേഞ്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്ന് വെച്ചാൽ മുകളിലത്തെ നിലയിൽ ഇതുപോലെ റൂമുകളിൽ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് വൈഫൈയുടെ റേഞ്ച് അങ്ങ് വരെ എത്തത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്ന സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വൈഫൈ എക്സ്റ്റൻഡർ എന്ന് പറയുന്നത്. വൈഫൈ എക്സ്റ്റൻഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോബ്ലം നല്ല രീതിയിൽ തന്നെ പരിഹരിക്കാൻ പറ്റും. എന്നാൽ ഈ വൈഫൈ എക്സ്റ്റൻഡറിലും നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് 100%ലേക്ക് പ്രോബ്ലം നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പം എന്ന് വെച്ചാൽ വൈഫൈ എക്സ്റ്റൻഡറിൽ ഒരു 3 കട്ടെങ്കിലും റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതും പ്രോപ്പറായിട്ട് നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കയറി വരത്തുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് മോഡത്തിൻ്റെ കൂടെ റൗട്ടർ വാങ്ങിച്ചിട്ട് റൗട്ടർ നമുക്ക് ലാൻ കേബിൾ ത്രൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയും മുകളിലും ഒരേ റേഞ്ചിൽ തന്നെ, ഒരേ റേഞ്ചിൽ ഒരേ സ്പീഡിൽ തന്നെ നമുക്ക് നെറ്റ് കിട്ടാൻ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുന്നവരാണ്, ഈ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 3 മെത്തേഡിൽ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വർക്ക് ആവുന്നതെന്ന് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് 100% നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വർക്കാക്കി നോക്കുക. അപ്പം ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക്